ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാരി ബട്ട് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷന് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല, കാര്യം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഈ ഒരു റീഡിംഗ് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഈ ഒരു റീഡിങ്ങിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിലായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും നിങ്ങൾക്കും കൂടുതൽ ഈസി. സോ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്, ഫൂൾ കാർഡ്, അതേപോലെ ഏസ് ഓഫ് വാൺസ്, ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, 4 ഓഫ് പെൻറ്റിക്കിൾ, 2 ഓഫ് വാൺസ്, ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾ, 5 ഓഫ് പെൻറ്റിക്കിളും 5 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ആൻഡ് മൂൺ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുള്ളത് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, ആരൊക്കെ ചുറ്റുമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കായി പോയി എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഇനി എന്ത് ചെയ്യും, മുന്നോട്ടേക്ക് എന്തായിത്തീരും, അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഭയങ്കരമാണ്. ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നത് കാർഡ്സിൽ ക്ലിയർ ആണ്. ഫസ്റ്റ് തന്നെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മേ ബി കർമ്മ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് അറ്റ് പ്രസൻറ്റ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്ത ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റുക. നിങ്ങളുടെ കൂടെ തന്നെ യൂണിവേഴ്സ് ഉണ്ട്. ഈ ഒരു റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് കൂടെയുണ്ട്. ആ ഒരു ഒറ്റപ്പെടൽ എന്നൊരു ചിന്ത മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവായി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ വരും. ഇങ്ങനെ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ടെല്ലാം എനിക്ക് നെഗറ്റീവായിട്ട് വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് യൂണിവേഴ്സ് കൂടെയുണ്ട്. ഒരു പോസിറ്റീവ് എനർജി മെഡിറ്റേഷനോ കാര്യങ്ങളോ യോഗയോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ സോൾവായി, എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഓക്കെ, അതേപോലെ ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ നാളുകൾ വന്നു ചേരും എന്നതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് കൈവിടാതിരിക്കുക എന്നതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് വാൺസും ഹാങ്ഡ് മാനും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്കതെല്ലാം അറിയാം. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു കാർഡ് തന്നെ കണ്ടില്ലേ, കെട്ടിയിട്ടേക്കുന്നത് പോലെയാണ്. ഒരുപാട് പ്ലാൻസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം മുന്നോട്ടേക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സ്റ്റേബിൾ ആകണം, സ്റ്റെബിലിറ്റി വരണം, ഒരു ക്ലാരിറ്റി വേണം ലൈഫിൽ, ഈ ഒറ്റപ്പെടൽ മാറ്റിയെടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷേ സ്റ്റിൽ നിങ്ങൾ അവിടെ തന്നെ ഒന്നും ചെയ്യാതെ, ഒരു ബേബി സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ പറ്റാതെ, മേ ബി പേടിച്ചിട്ടോ അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ട്രോമകളും ഒക്കെ കാരണം അതൊന്നും ഹീലാകാതെ കിടക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ബാക്ക് ടു നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫുൾ കാർഡാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഹെർമിറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട്. അതായത് മാസ്ക് ഇട്ട രീതിയിലാണ് നിങ്ങളുടെ റിയൽ ഫീലിങ്സോ കാര്യങ്ങളോ സങ്കടങ്ങളോ ഒന്നും പുറത്ത് കാണിക്കാതെ മാക്സിമം ഹാപ്പി ആയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു മാസ്ക് ഇട്ട രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നതും പെരുമാറുന്നതും. ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട്, നിങ്ങൾ ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കാം ഒന്നും ആരുടെടുത്തും ഓപ്പണായിട്ട് സംസാരിക്കാത്തതും. ഓക്കെ, ഇവിടെ വേറൊരു പ്രശ്നം 5 ഓഫ് പെൻറ്റിക്കിളും 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ചിലരുടെ കേസിൽ മേ ബി ഒരു 10% ആൾക്കാരുടെ കേസിൽ റിലേഷൻഷിപ്പും ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷനും ഒരേ സമയം ഡൗൺ ആയി പോയിട്ടുണ്ട്. ക്യാഷിൻ്റെ കാര്യവും റിലേഷൻഷിപ്പും ഒരേ സമയം നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. സെയിം ടൈം നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ,
അതൊരു 10% ആൾക്കാരുടെ കാര്യത്തിൽ. ക്യാഷും ഇല്ല, റിലേഷൻഷിപ്പും ഇല്ല എന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ജോലിയിലും നഷ്ടം, കുടുംബപരമായും ഫാമിലിയിലും ഇഷ്യൂസ് സെയിം ടൈം വന്നിട്ടുള്ളതായിട്ടും അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതായിട്ടും ഒറ്റയ്ക്കായി പോയ ഒരു സിറ്റുവേഷൻ മേ ബി അവിടെ നിന്നായിരിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾക്കൊരു ട്രോമ തന്നെയായിരുന്നു. എല്ലാ സൈഡിൽ നിന്നും പ്രശ്നം, രാത്രി സമയം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്നതാണ് എനിക്കിവിടെ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. നമ്മൾ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരു സ്കെഡ്യൂൾ ലൈഫിലേക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും എത്താൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വരുന്നത്, ഇതേപോലെ ലേറ്റായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് മാറ്റുക, റൂമെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അങ്ങനെ മെഡിറ്റേഷൻ കാര്യങ്ങൾ, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവായിട്ട് എപ്പോഴെങ്കിലും മൈൻഡിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് മ്യൂസിക് കേൾക്കുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമോ. നിങ്ങൾക്ക് സംസാരിക്കാൻ ആരെയാണോ ഇഷ്ടം, ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ, അവരുമായിട്ടൊക്കെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനോ. അങ്ങനെ നമ്മുടെ മൈൻഡ് നമ്മൾക്ക് തന്നെ ചെറിയ ചെറിയ മാറ്റമെങ്കിലും ഡേ ബൈ ഡേ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ടൊന്നും ആർക്കും സ്കെഡ്യൂളായിട്ടൊരു ലൈഫ് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. സോ ഇവിടുത്തെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഒരു 10% ആൾക്കാരുടെ കാര്യത്തിൽ ക്യാഷ് വേ സ്റ്റെബിലിറ്റിയും ഇല്ല, റിലേഷൻഷിപ്പിലും സെയിം ടൈം ഇഷ്യൂസ് വന്നു. മേ ബി ജോബ് നഷ്ടപ്പെട്ട അതേ സമയത്ത് റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോബിൽ ഇഷ്യൂസോ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഫാമിലിയിലോ റിലേഷൻഷിപ്പിലോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അതൊരു പ്രശ്നമാണ്. 5 ഓഫ് പെൻഡിക്കിളും 5 ഓഫ് കപ്സും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ക്യാഷ് വേ സ്റ്റെബിലിറ്റി തന്നെയാണ്. ഓക്കെ, 4 ഓഫ് പെൻഡിക്കിളാണ് വന്നിട്ടുള്ളത്. അടുത്ത 4 മാസം വരവിൽ കൂടുതൽ ചിലവ് എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു 4 months നിങ്ങൾ കുറച്ചൊന്ന് പിടിച്ച് ചിലവാക്കേണ്ട ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ക്യാഷ് വരുമ്പോൾ തന്നെ ഫുള്ളായിട്ട് എടുത്ത് സ്പെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷനോ അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് 4 മാസത്തേക്ക്. ഓക്കെ, 4 മാസത്തേക്ക്, അതായത് നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു അതിന് ശേഷമുള്ള 4 months അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചൊന്ന് സേവ് ചെയ്യാനോ, ചെറിയൊരു എമൗണ്ട് മതി, ഓക്കെ, എന്നാലും ഒന്ന് സേവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ് എന്നതും കാണിക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിനെ പറ്റിയിട്ടോ, മേ ബി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാനോ, പാർട്ട്ണർഷിപ്പിലൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു ട്രാവലോ, ഫാമിലിനെ മീറ്റ് ചെയ്യാനൊരു ട്രാവലൊക്കെ ഇവിടെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അത് നടക്കുമെന്നതാണ്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങൾ കുറച്ചൊന്ന് പോസിറ്റീവ് ആകേണ്ടതായിട്ടുണ്ട്. ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വേണ്ട. എല്ലാം യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക, പ്രാർത്ഥിക്കുക. ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ക്വീൻ ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ വാക്കിന് വളരെയധികം മൂർച്ചയുണ്ട്. നിങ്ങൾക്ക് മേ ബി അത് തോന്നിയിട്ടുണ്ടായിരിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഭയങ്കര മൂർച്ചയേറിയതാണ്. സോ ആരടുത്തും വാക്ക് തർക്കത്തിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോകാതിരിക്കുക. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് ഫ്യൂച്ചറിൽ ബെനിഫിറ്റായിട്ട് തന്നെ വരും. ആൻഡ് ചാരിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വഴികൾ തുറക്കപ്പെടും. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തിലാണോ സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ളത്, എന്തിലാണോ നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുള്ളത്, അവിടെ നിന്നും ഒരുപാട് വഴികൾ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നതാണ് കാണിക്കുന്നത്. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ക്യാഷിന് വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ. അത് ആ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷനിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും എന്നതാണ് ഈ ഒരു ചാരിയറ്റ് കാർഡിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ചും ക്യാഷ് വൈസ് ഒരു സ്റ്റെബിലിറ്റിയും ഒരു പോസിറ്റീവ് എനർജി, ഇവിടെ പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അത് തന്നെ ഭയങ്കര പോസിറ്റീവാണ്. ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് വരുത്തുന്ന കുറച്ചൊരു നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മുൻ ജന്മവുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടൊരു കണക്ഷൻ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കർമ്മ ഇവിടെ കിടക്കുന്നതായിട്ട്, ഈ ഒരു പേഴ്സണുമായിട്ട് ഈ ജന്മവും നിങ്ങൾക്ക് ഒരു കർമ്മ ബേസ് ചെയ്തിട്ട് കിടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നൊരു മെസ്സേജാണ് നമ്മൾക്ക് യൂണിവേഴ്സ് ഇവിടെ തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അത് തീർച്ചയായിട്ടും വരും. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കറൻ്റ്ലി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നൊരു മെസ്സേജാണ്. ഓക്കെ,
സോ ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ ആവേണ്ടതായിട്ടൊന്നുമില്ല. 444444 ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ 2വിൻ്റെ പാറ്റേൺ 2222 222, അതായത് നിങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കപ്പെടും എന്നതിൻ്റെ സൂചന വരുന്ന സമയത്തും ഈ ഒരു നമ്പർ തീർച്ചയായിട്ടും കാണും കേട്ടോ. ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വന്നു ചേരും. ഈ ഒരു ഹാങ്ഡ് മാൻ സിറ്റുവേഷൻ മാറിക്കിട്ടട്ടെ. നിങ്ങളൊരു മാസ്ക് ഇട്ട രീതിയിലാണ് എല്ലാവരുടെടുത്തും ഇപ്പോൾ പെരുമാറുന്നത്. നിങ്ങൾക്ക് ആരുടെടുത്തും ഒന്നും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ ഇഷ്യൂസാണ് ഇപ്പോൾ നിങ്ങളെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാറിക്കിട്ടും. യൂണിവേഴ്സാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇനി ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ആർക്കും വേണ്ട. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. and ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും നിങ്ങൾക്കും കുറച്ചും കൂടി ഈസി. സോ ടേക്ക് കെയർ, ബൈ.